സീറോ മലബാർ സഭാ സിനഡും അസംബ്ലിയും കഴിഞ്ഞതോടെ സഭാ സംവിധാനം വീണ്ടും ദുർബലമായി എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. സഭാ തർക്കത്തിൽ വെറും കാഴ്ചക്കാരനായി നിൽക്കാനേ ഇപ്പോഴും സഭാ തലവന് സാധിക്കുന്നുള്ളൂ എന്നാണ് വിശ്വാസികളിൽ പലരും പങ്കുവയ്ക്കുന്നത്. തട്ടിൽ പിതാവ് സ്ഥാനമേറ്റ് നാളിതുവരെയായിട്ട് ഒരു കുർബാന പോലും എറണാകുളം രൂപതയിൽ അർപ്പിക്കാത്തത് അതീവ ഗൗരവത്തോടെയാണ് വിശ്വാസ സമൂഹം നോക്കിക്കാണുന്നത്. ഭൂരിപക്ഷം മെത്രാന്മാരും ഇത് സംബന്ധിച്ച് അതൃപ്തി അറിയിച്ചു കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സഭാ ആസ്ഥാനത്ത് തട്ടിൽ പിതാവിനെ വിശ്വാസികൾക്ക് വിളിക്കാനോ നേരിൽ കാണുന്നതിനോ സാധിക്കുന്നില്ല. സെക്രട്ടറി മാത്യു തുരുത്തിപ്പള്ളി അച്ഛനും കൂരിയ ചാൻസലർ കാവിൽ പുരയിടവുമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. നിരവധി ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന ഇവരെ സംരക്ഷിക്കുന്നത് ഒരു ആർച്ച് ബിഷപ്പാണെന്നാണ് വിശ്വാസികൾ അടക്കം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വിശ്വാസി പങ്കുവച്ചത് എന്താണെന്നറിയാമോ? സഭാ തർക്കത്തിലും സഭാ ആസ്ഥാനത്തെ ഉപജാപക സംഘത്തിലും പെട്ട് ഒറ്റപ്പെട്ട സ്ഥിതിയാണ് തട്ടിൽ പിതാവിനെന്നാണ്. ഒപ്പം 4 വോട്ട് മാത്രം കൊണ്ട് മെത്രാനായ വ്യക്തിക്ക് ഭൂരിപക്ഷം മെത്രാന്മാരിലും വിശ്വാസ്യത ഇല്ലാത്തതും അതുകൂടിയാകുമ്പോൾ ദുർബലനായ സഭാ തലവനും വഴി സഭയും ജീർണാവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നാണ്. പക്ഷേ ഈ അഭിപ്രായത്തോട് പലരും യോജിക്കുന്നില്ല. കാരണം വത്തിക്കാൻ്റെ പൂർണ്ണ പിന്തുണയുള്ള തട്ടിൽ പിതാവ് കരുത്തൻ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ തട്ടിൽ പിതാവിനെ സഹായിക്കാൻ, സഭയെ രക്ഷിക്കാൻ പേപ്പൽ ഡെലിഗേറ്റ് അല്ലെങ്കിൽ സഭ അഡ്മിനിസ്ട്രേറ്റർ ഇതിൽ ആരെയെങ്കിലും നിയമിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് വിശ്വാസികൾ പറയുന്നത്. കത്തോലിക്ക സഭ പൊതുവിൽ നിർണായക പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ നേതൃത്വം കൂടി ദുർബലമായതോടെ സഭയുടെ സ്ഥിതി അതീവ ദയനീയമായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു വിശ്വാസിക്കും ആലോചിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. ഈ സ്ഥിതി മാറണം. സഭയെ കാർന്നു തിന്നുന്ന വിശുദ്ധ കുർബാന തർക്കം രമ്യമായി പരിഹരിക്കണം. അതിനായി ചിന്തിക്കേണ്ടത് സഭാ നേതൃത്വത്തിലുള്ള ഓരോ മെത്രാന്മാരുമാണ്. ഇതിനിടയിൽ തട്ടിൽ പിതാവ് സ്ഥാനമൊഴിയണമെന്ന് ചില കോണുകളിൽ നിന്നും ആവശ്യമുയരുന്നുണ്ട്. ഇതിനെല്ലാം അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നാണ് ലഭിക്കുന്ന വിവരം.